അതിലൂടെ ബഹുമാനരായ സഹോദരി സഹോദരി ദീർഘകാലത്തെ പരിചയമുള്ള സ്നേഹം ആത്മാർത്ഥമായ ബന്ധം ഞാൻ ചില അവസാനമായി കാണുന്ന അടുത്ത കാലത്ത് ഫോണിൽ സംസാരിക്കാൻ തീരുമാനിച്ചു വെച്ച അച്ഛനോട് കോടതി കാര്യങ്ങളുമായി വന്നപ്പോൾ ഞാനുണ്ടായിരുന്ന മിസ്റ്റർ ദീർഘനേരം മണിക്കൂറുകൾ ഞങ്ങൾ സംസാരിക്കുന്നു. ഒരുമിച്ച് ആഹാരം കഴിച്ചാകുന്നില്ല. വളരെ അടുത്തൊരു ബന്ധം എനിക്ക് അദ്ദേഹം അധ്യാപകനായിരിക്കുന്ന കാലം മുതൽ പ്രിൻസിപ്പലായിരിക്കുന്ന കാലം മുതൽ വളരെ വൈദ്യമായ ബന്ധമാണ് അദ്ദേഹം. ഏറ്റവും കൂടുതൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യത്തെ അച്ഛൻ പ്രസംഗിച്ചതുപോലെ എനിക്കൊരു കാര്യമായ അസുഖമുണ്ട്. അച്ഛൻ പറഞ്ഞ ചെമ്പല്ല ഇരിപ്പാണ്. രക്തത്തിൽ വളരെയധികം ഇരിപ്പിൻ്റെ അളവ് വർദ്ധിക്കുന്ന അസുഖമാണ്. ഞാൻ ഇവർക്കുള്ള ബോർഡിലിരുന്നുമായിരുന്നു പണിയെടുക്കുന്ന റെയിൽവേ സ്റ്റേഷനിലെ എയർപോർട്ടിൽ യോഗസ്ഥലങ്ങളിലെ അതിൻ്റെ അസുഖമായി പരിശോധിച്ച് അവസാനം വന്നപ്പോഴാണ് ഇത് ഇരുവിൻ്റെ അംശം ഏതാണ്ട് ആവശ്യമുള്ളതിൻ്റെ 20-30 ഇരട്ടി വർദ്ധിക്കും. അത് പരിഹരിക്കാൻ ഇന്നും ലോകത്ത് വലിയ മാർഗങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. കേരളത്തിൽ ഒരു വലിയ വിഷയമുണ്ട്. ഡോക്ടർ നരേന്ദ്രൻ എന്നെ സംബന്ധിച്ചോളം ദൈവത്തിൻ്റെ രൂപത്തിൽ വന്നു. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, സാറിൻ്റെ ഒരു അസുഖം തന്നെയാണ് അങ്ങനെ പിടിപ്പറ്റൻ എന്ന് പറയുന്ന ബസേലിയസിലെ പ്രിൻസിപ്പലായിട്ട് നമ്മുടെ പിടിപ്പറ്റനെ എനിക്ക് നന്നായിട്ടറിയാം. അദ്ദേഹം എന്നെ ഒന്ന് കണ്ടു. ഇങ്ങനെ സാറിനെ ചികിത്സിക്കുന്നത് പത്രത്തിൽ കണ്ടുകൊണ്ടാണ് വന്നത്. അപ്പം ഞാൻ അച്ഛനെ പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറെ അല്ല അച്ഛൻ ഡോക്ടർ എന്നോട് പറഞ്ഞു, പക്ഷേ എൻ്റെ അസുഖം ഏതാണ്ട് ഭേദമായി. ഇങ്ങനെ ഭേദമായി എന്ന് ചോദിച്ചാൽ ഡോക്ടർ പറയുന്നത് ദൈവം ഭേദപ്പെടുത്തിയത്. ഞാൻ ദൈവവിശ്വാസമാണ്. പക്ഷെ ഞാൻ 3 മാസത്തിൽ ചുരുവാനും ആശുപത്രിയിൽ കിടക്കുന്നത്. ഈ അസുഖത്തിനുള്ള ഏറ്റവും അവസാനത്തെ ചികിത്സ ബ്ലഡ് മാറുക എന്ന് പറയും. ബ്ലഡ് മാറി മറ്റ് ബ്ലഡ് അയണില്ലാത്ത ബ്ലഡ് കഴിക്കുക എന്നുള്ളത്. പിന്നെ ആഹാരം ക്രമീകരിക്കുക. എനിക്ക് 2 ആഹാരം ക്രമീകരിക്കും. അച്ഛനോട് ഞാൻ പറഞ്ഞ അച്ഛനെ വളരെ സൂക്ഷിക്കണം, ആഹാരം ക്രമീകരിക്കണം. പക്ഷെ അച്ഛനത് സീരിയസ് ആയിട്ടിരിക്കും. അച്ഛൻ്റെ ഒരു സ്വഭാവമാണെന്ന് എനിക്ക് തോന്നി. അത് സാരമില്ല, കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് ഈ മാസത്തിൽ ചെക്കപ്പ് ഉണ്ട്. ഇപ്പോൾ അത് 3 മാസത്തിൽ 6 മാസത്തിലൊക്കെ ആയി. അപ്പം ഞാൻ ഒരിക്കൽ ഡോക്ടറെ കാണാൻ നിന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, സാറിൻ്റെ അച്ഛൻ എന്തോ പറഞ്ഞാലും കേൾക്കില്ല, ആഹാരമൊന്നും ക്രമീകരിക്കില്ല പറയുന്ന. ഞാൻ ആ പാട്ടോട് പറഞ്ഞു, അച്ഛാ ഇതിങ്ങനെ അന്നേരം തന്നെ എന്നെ ഇറങ്ങി വണ്ടി കയറി ഉടനെ ഫോണിൽ വിളിച്ചു. ഇങ്ങനെയൊക്കെ ഉപ്പ് സാധനം. അപ്പം ഈ ആഹാരം ക്രമീകരിക്കുക എന്നുള്ള ഉദാഹരണം ചെറിയ കാര്യം. തൈര് പോലും കഴിച്ചു, മോര് കഴിക്കാം, തൈര് കഴിക്കുക. അപ്പോൾ തൈരായിരുന്നു നന്നായി കഴിക്കുന്നത്. ഞാനൊരു ചെറിയ ഉദാഹരണം എടുത്ത് പെട്ടെന്ന് മനസ്സിലാക്കാൻ. അപ്പം അച്ഛന് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ബാബാജിമീനെ ഏൽപ്പിച്ച കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുന്നതിന് നേരത്തെ അച്ഛൻ പ്രസംഗിച്ചോ പറഞ്ഞതുപോലെ ഡ്രൈവർ പോലും ഇല്ലാതെ ഇവിടുന്ന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പീരിമേട്ടിൽ തൻ്റെ സ്വന്തം കാർ പിടിച്ച് പോയി ബാബാജിമീനെ ഏൽപ്പിച്ച കാര്യങ്ങൾ വളരെ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുന്നതിന് ആരോഗ്യമൊന്നും തടസ്സമാകരുത് എന്നുമ്പോൾ നിർബന്ധക്കാരനായിരിക്കും. അച്ഛനിത് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞാൽ അല്ലേ പറയുന്നത്, അല്ലാതെ രോഗത്തെപ്പറ്റി പറയാൻ പാടില്ല. അപ്പം ഞാനിത് ഇന്നലെ ഡോക്ടർ നരേന്ദ്രനെ വിളിച്ചു. നരേന്ദ്രൻ പറഞ്ഞു, സാറേ ഞാൻ ഇവിടെയൊക്കെ നോക്കി അച്ഛനെ കൊണ്ട് അങ്ങനെയുള്ളതല്ല നമ്മൾ ഈ പറയുന്നത്, ഭാര്യ കൊണ്ട് കഴിക്കാറുണ്ട്, ആഹാര പദ്ധതി. അങ്ങനെ അച്ഛൻ എവിടെയെങ്കിലും പോകാൻ നോക്കിയാൽ പരിമല ആശുപത്രിയിലായിരുന്നു അച്ഛനെന്നാണ് ഒടുവിൽ ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഒരു ഘട്ടം കഴിഞ്ഞു 100 അംശം വേണ്ടതിന് വളരെ അച്ഛൻ്റെ രക്തത്തിൽ 2200 കഴിക്കുന്നതാണ് 100
104-ന് പോകാൻ പാടില്ല. ഞാനിതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളായിരുന്നു പറയാം. ഏതായാലും ഫിലിപ്പച്ചൻ്റെ ദേഹവിയോഗം എന്നെ സംബന്ധിച്ചോളം ഒരു തീരാ നഷ്ടമാണ്. സഭയെ സംബന്ധിച്ച് തിരുമേനിയെ സംബന്ധിച്ചൊക്കെ നഷ്ടമാണ് എന്നുള്ളത് വേറൊരു കാര്യം. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് ഒരു വലിയ നഷ്ടമാണ് അച്ഛൻ്റെ ദേഹവിയോഗം. ഇന്നലെയും ഞാൻ നോക്കി ഇവരും അറിഞ്ഞത് കൊണ്ടാണ് കുറച്ചൊന്ന് ആത്മസംയമനം കാണിക്കാനും മറ്റൊരു ആശ്വാസത്തിൽ ഉണ്ടാകുന്നത്. മാത്രമല്ല അച്ഛൻ്റെ രോഗത്തെപ്പറ്റി എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് കുട്ടിയതാണ്. പക്ഷേ ഏത് ഡോക്ടറും ചികിത്സിച്ചാലും അച്ഛനെ വിളിക്കുമ്പോൾ അച്ഛന് പോയേ പറ്റുള്ളൂ. ഏത് ഡോക്ടർ നിമിത്തം പലതും ഉണ്ടാകാം, പല നിമിത്തങ്ങളും ഉണ്ടാകും, അത് വേറെ കാര്യം. പക്ഷെ നമ്മളെയൊക്കെ വിളിക്കുമ്പോൾ പോകേണ്ടിടത്തേക്ക് വിശ്വാസം അനുസരിച്ച് പോയേ പറ്റും. അതുകൊണ്ട് അച്ഛൻ സ്വയം തിരഞ്ഞെടുത്തതല്ല, അല്ലെങ്കിൽ ഡോക്ടർമാരുടെ നിർദ്ദേശം പൂർണ്ണമായി സ്വീകരിക്കാത്തോണ്ട് വന്നല്ല. അച്ഛനെ ദൈവം വിളിച്ചു, അച്ഛൻ വിളിച്ചു. കൊടുത്തിരുന്ന കാലഘട്ടം ജനങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി 100% അച്ഛൻ ജീവിച്ചു. അത് കഴിഞ്ഞു, അച്ഛൻ്റെ ജോലികൾ കഴിഞ്ഞു, അച്ഛൻ തിരിച്ചുപോയി. കർത്താവായ യേശു ക്രിസ്തു തിരിച്ചുപോയത് 33-ാമത്തെ വയസ്സിലാണ്. ജന്മോദ്ദേശം പൂർണ്ണമായും നടത്തിയതിനു ശേഷം അദ്ദേഹത്തെ പിതാവ് തിരിച്ചു വിളിച്ചു എന്ന് പറയുന്നതുപോലെ നമ്മുടെ ഓരോ കാലഘട്ടം, ആ കാലഘട്ടം കഴിഞ്ഞാൽ നമ്മളൊക്കെ തിരിച്ചു പോകേണ്ടതല്ല. ഈശോയെ കുറിപ്പിന്റെ കവിതയിൽ പറയുന്നത് പോലെ ഇന്ന് ഞാൻ നാളെ എന്നാലുള്ള പ്രസിദ്ധമായ കവിതയുടെ ആരംഭമാണ് ഞാൻ പറയുന്നത്. ഇതിന് ഒരുപാട് പേര് നമ്മുടെയൊക്കെ സ്ഥിതി ഇതാണ്. പക്ഷേ ആ സ്ഥിതിയിലേക്ക് പോകുമ്പോൾ നമുക്ക് അർഹതയുള്ള, നമുക്ക് യോഗ്യതയുള്ള സ്ഥാനത്ത് നമ്മൾ എത്തിച്ചേരണം എന്ന് ജീവിച്ചിരിക്കുമ്പോൾ എല്ലാവരും കരുതണം. മരണശേഷം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസം. അത് ആത്മീയമായുള്ള വിശ്വാസമാണ്, ശാരീരികമല്ല. ശാരീരികമുണ്ടായ ഞാനിൽ കിടക്കുന്നില്ല. അങ്ങനെ ആത്മീയമായി നമ്മുടെ വിശ്വാസം, ഓരോരുത്തരുടെയും വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് നമ്മൾ എത്തേണ്ടിടത്തെത്തണം എന്ന് കരുതി ജീവിക്കേണ്ടത് പ്രത്യേകിച്ച് ക്രൈസ്തവ സഭയുടെ വിശ്വാസികളുടെ പരമമായ ആവശ്യമാണ്, ലക്ഷ്യമാണ്. ആ ലക്ഷ്യം സാധിക്കാൻ കഴിയുമെങ്കിൽ ജീവിക്കാൻ ഫിലിപ്പച്ചൻ രോഗാതുരനായിട്ടും ബുദ്ധിമുട്ടുകളുണ്ടെന്ന് അറിഞ്ഞിട്ടും സഭയെ സ്നേഹിച്ചതുപോലെ, ശുശ്രൂഷിച്ചതുപോലെ, സഭയ്ക്ക് വേണ്ടി താൻ ഏറ്റെടുത്ത കർത്തവ്യങ്ങൾ നിർവഹിച്ചതുപോലെ നിർവഹിക്കാനും വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാനും ഓരോരുത്തരും തയ്യാറാകുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതും ഫിലിപ്പച്ചനോട് ചെയ്യാൻ കഴിയുന്നതുമായ ധർമ്മം ഞാൻ സൂചിപ്പിക്കുന്നില്ല. അച്ഛൻ്റെ ധർമ്മത്തിൽ അച്ഛനുമായി ബന്ധമുള്ള ഒരാളെന്നുള്ളതിൽ വളരെ അടുത്ത് ബന്ധപ്പെടുത്തിയ ആളെന്നുള്ളതിൽ, എത്രയോ വർഷമായി ബന്ധപ്പെടുത്തിയിരുന്ന ഒരാളെന്നുള്ളതിൽ അച്ഛൻ്റെ ദൗർഭാഗ്യകരമായ ഈ വേർപാടിൽ നിങ്ങളുടെ എല്ലാം ഒപ്പം ദുഃഖിക്കുകയും ആ കുടുംബത്തിലെ ഓരോരുത്തരോടൊപ്പം ദുഃഖിക്കുകയും അച്ഛൻ പ്രാർത്ഥനാനിതനായി കാര്യങ്ങൾ നടത്തിയ ദേവാലയങ്ങളിൽ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്ത് എല്ലാവരോടൊപ്പം ബാബാ തിരുമേനിയോടും മറ്റേ തിരുമേനിമാരോടും അച്ഛന്മാരോടും ഒക്കെ ഒപ്പം ഉള്ള ദുഃഖം രേഖപ്പെടുത്തുകയും അച്ഛൻ്റെ ആത്മാവിന് ദൈവം നിത്യശാന്തി കൊടുക്കുകയും സ്വർഗലോകം നൽകുകയും ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ ഒക്കെ ഓരോരുത്തരുടെയും ദുഃഖത്തിൽ ഞാനും പങ്കാളിയാണ്.